നമ്മളുണ്ടല്ലോ ഫുഡ് ഉണ്ടാക്കുന്ന പാത്രങ്ങളിലൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാനീ പറയുന്നത് കുക്കിംഗ് കുറച്ച് പാഷനായിട്ടും വീട്ടിലുള്ളവർക്ക് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇപ്പോൾ തട്ടിക്കൂട്ട് മെസ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എൻ്റെ പണി തീർത്തുക മതി എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയിട്ടല്ല. നമ്മളുണ്ടാക്കുന്ന പാത്രങ്ങളിലെ പ്രത്യേകതയുണ്ടല്ലോ, നമ്മുടെ ആ ഒരു ഫുഡിന് ടേസ്റ്റ് കൂടാനായിട്ട് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഈ ഒരു മൺചട്ടി ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഒരു 3 വർഷം മുമ്പ് വാങ്ങിച്ചുകൊണ്ട് വന്ന. ഇന്ന് നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണ്. സാധാരണ മസാലകളും എല്ലാം ചേർത്തിട്ട് ഉള്ളിയൊക്കെ വഴറ്റി ചിക്കനും ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ച് വെള്ളം വറ്റിച്ച് നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കുകയാണ്. ആവശ്യത്തിന് കറിവേപ്പിലയും മസാലയും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റോസ്റ്റാക്കി എടുത്തത്. വൈകിട്ട് കുറച്ചുകൂടെ ഗ്രേവി ആക്കിയിട്ട് കറി പോലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ലഞ്ചിന് ചിക്കൻ റോസ്റ്റും തക്കാളി ചാറും വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും കൂടിയായിരുന്നു. പിന്നെ രാത്രിക്ക് ഞാൻ കുറച്ച് ഗ്രേവി ആക്കിയിട്ടുണ്ട് കറി. അപ്പോൾ ഇന്ന് ഞാൻ ഡിന്നറിന് വട്ടയപ്പവും ചിക്കൻ കറിയും കൂടെയാണ് കഴിച്ചത്. ഈ ഒരു കോമ്പിനേഷൻ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. നല്ല അടിപൊളി കോമ്പിനേഷനാണ്.